So coming to BCG vaccine, BCG stands for Bacilli calmette-guerin. A virulent strain ആണ്. Type of vaccine എന്ന് പറയുമ്പോൾ it is a live attenuated vaccine. ലിക്വിഡ് ടൈപ്പ് ഉണ്ട്, ഫ്രീസ് ഡ്രൈഡിനെയാണ് നമ്മൾ ലയോഫിലൈസ്ഡ് വാക്സിൻ എന്ന് പറയും. അതാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കറന്റ്ലി നമ്മൾ BCG യൂസ് ചെയ്യുന്ന ഫ്രീസ് ഡ്രൈഡ് ഫോമിലാണ്. അതാണ് കുറച്ചുകൂടി സ്റ്റേബിൾ. ഇതിൽ WHO റെക്കമെൻഡഡ് സ്ട്രെയിൻ ഓഫ് BCG എന്ന് പറഞ്ഞാൽ ഡാനിഷ് ആണ്. ഡാനിഷ് 1331 സ്ട്രെയിൻ. വാക്സിൻ സ്ട്രെയിൻ ഡിറൈവ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ബോവിസി എന്നാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ചെന്നൈയിൽ ഒരു BCG ലബോറട്ടറി ഉണ്ട്, ഗ്യോണ്ടി. ഇത് മെൻഷൻ ചെയ്യാൻ കാര്യം ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എയിംസിന്റെ എന്തോ എൻട്രൻസിലാണ് പ്രിപ്പയർഡ് BCG വാക്സിൻ ഈസ് പ്രിപ്പയറിംഗ്. നമ്മൾ ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ചെന്നൈയിലാണ് കേട്ടോ. സോ BCG നമ്മൾ വാക്സിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നോർമൽ സലൈനാണ് ഡൈല്യൂവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ വാക്സിനും നമ്മൾ ഓരോ ഡൈല്യൂവന്റ് യൂസ് ചെയ്യും. അപ്പൊ BCGക്ക് യൂസ് ചെയ്യുന്ന ഡയലുവന്റ് നോർമൽ സലൈനാണ്. ആൻഡ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 അവറിനൊക്കെ അത് യൂസ് ചെയ്യണം. ഉപയോഗിക്കുന്ന ഡോസ് 0.1 ml. എല്ലാ വാക്സിന്റെയും ഡോസേജ് അതിന്റെ ആ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു നമ്മൾ എവിടെയാണ് സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ, മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നോക്കണം. അപ്പൊ ഇതിന്റെ സ്ട്രെങ്ത് 0.1 milligram 0.1 ml ആണ്. 0.1 ml ആണ് നമ്മൾ കൊടുക്കുന്ന ഡോസ്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻട്രാഡേർമൽ ആണ്. അതിൽ യൂസ് ചെയ്യുന്ന ട്യൂബർക്കുലിൻ സിറിഞ്ച്, ഒമേഗ മൈക്രോസ്റ്റഡ് സിറിഞ്ച് 26 ഗോജ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. സൈറ്റ് സ്കിൻ ഓവർ ലെഫ്റ്റ് ഡെൽറ്റോയിഡ് മസിൽ. സോ BCG നമ്മൾ ലെഫ്റ്റ് ഡെൽറ്റോയിഡിലാണ് കൊടുക്കുന്നത്, ഇൻട്രാഡെർമൽ ആണ്. അത്ര ഓർത്തിരിക്കുക. പിന്നെ 0.1 ml ആണ് ഡോസ്. ഡൈലുവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നോർമൽ സലൈൻ. അപ്പൊ ഈ ഏജ് നമ്മൾ വാക്സിനേഷൻ BCGയുടെ വാക്സിനേഷന്റെ ഏജ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് 2, ഡയറക്റ്റ് BCG ആൻഡ് ഇൻഡയറക്റ്റ് BCG. ഡയറക്റ്റ് BCG എന്ന് പറഞ്ഞ ഒരു പ്രിയോർ ടെസ്റ്റ്, മാൻഡൂസ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ നമ്മളിപ്പോ 1 year വരെയുള്ള കുട്ടികൾക്ക് BCG കൊടുക്കുന്നതിനാണ് ദാറ്റ് ഈസ് ഡയറക്റ്റ് BCG. പക്ഷെ നമ്മളൊരു മാൻഡൂസ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് 1 year കഴിഞ്ഞുള്ളവർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു മാൻഡൂസ് ടെസ്റ്റ് ചെയ്തിട്ടേ BCG കൊടുക്കുള്ളൂ. That is known as indirect BCG. അപ്പോൾ that is direct BCG and indirect BCG. ആ ടൈംസ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. 1 yearന് ശേഷം കൊടുക്കുന്നത് ഇൻഡയറക്റ്റ് BCG. അപ്പോൾ നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്യണം? We have to do a Mantoux test before that. That is indirect BCG. അപ്പൊ ഈ BCGയിൽ ആ ഒരു മാൻഡൂസ് ടെസ്റ്റിന്റെ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ് പോലെ നമ്മൾ പറയും ആഫ്റ്റർ വാക്സിനേഷൻ എന്തൊക്കെ വരാം. ആഫ്റ്റർ 2 to 3 weeks ഒരു പാപ്യൂൾ ഫോം ചെയ്യാം. 5 weeks ആകുമ്പോൾ അതൊരു 4 to 8 ഡയമീറ്റർ ഉള്ള പാപ്യൂളായിട്ട് മാറും. 6 to 8 weeksൽ അതൊരു ഷാലോ അൾസർ ആവും. അതാണ് നമ്മളിപ്പോ കുഞ്ഞിന് ജനിക്കുമ്പോൾ BCG വെക്കുന്നെങ്കിലും ഒരു 35-36 weeks ഒക്കെ ആകുമ്പോഴായിരിക്കും ഇത് ഭയങ്കരമായിട്ടൊരു പസ്സൊക്കെ വന്ന് റെഡിഷ് ആയി സൊള്ളനായി വരുന്നത്. ഓക്കെ, അപ്പൊ 6 to 8 weeksലാണ്. ദാറ്റ് ഈസ് നോർമൽ. ബർത്തിൽ വെക്കുന്ന BCGയുടെ ഒരു നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു എഫക്ട് വരുന്നത് 6 to 8 weeksലായിരിക്കും. ഒരു അൾസർ ആയിട്ടൊക്കെ ഫോം ചെയ്ത് പിന്നെ അതൊരു ക്രസ്റ്റ് ആയിട്ട് മാറും. ഒരു 6 to 12 weeks ഒക്കെ കഴിയുമ്പോൾ 12 weeks എടുത്ത് കഴിയുമ്പോൾ പെർമനന്റ് ടൈനി റൗണ്ട് സ്കാർ ആയിരിക്കും. 4 to 8 mm ഡയമീറ്റർ ഉള്ള. 14 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് മാൻഡൂസ് ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് പോസിറ്റീവ് കാണിക്കുന്ന 8 to 14 weeks ആ ഒരു ഏരിയയിലാണ്. അല്ലാതെ നമ്മൾ ഈ വാക്സിനേഷന് ശേഷമുള്ള ഫിനോമിനാണ് ഇത്രയും പറഞ്ഞത്. ഒരു അൾസർ ആയിട്ട് മാറുന്ന 6 to 8 weeks അപ് ടു 12 weeks വരെ റൗണ്ട് സ്കാർ ഫോർമേഷൻ എടുക്കുന്ന 12 weeksലുമാണ്. ഇനി BCGയുടെ പ്രൊട്ടക്റ്റീവ് ഡ്യൂറേഷൻ ലോങ് ടേം ഡ്യൂറേഷൻ ഉണ്ട്. 20 years ആണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂറേഷൻ. കോംപ്ലിക്കേഷൻസ് ഓഫ് വാക്സിൻ, ഓരോ വാക്സിന്റെ കോംപ്ലിക്കേഷൻസ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ സിവിയർ അൾസറേഷൻ വരാൻ സൈറ്റ് ഓഫ് വാക്സിനേഷൻ, ലിംഫഡിനൈറ്റിസ്, ഓസ്റ്റിയോമലൈറ്റിസ്, ഡിസെമിനേറ്റഡ് BCG ഇൻഫെക്ഷൻ. ജസ്റ്റ് TB ഓർത്താൽ മതി. TBക്ക് ലിംഫഡിനൈറ്റിസ് വരാം, ഓസ്റ്റിയോമലൈറ്റിസ് വരാം, ഡിസെമിനേറ്റഡ് BCG ഇൻഫെക്ഷൻ. അത് തന്നെയാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. Then coming to measles vaccination, it is also a live attenuated vaccine, lyophilase, that is freeze-dried vaccine ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ സ്ട്രെയിൻ ഓഫ് മീസിൽസ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എഡ്മോൺസ്റ്റൺ സഗ്രബ് സ്ട്രെയിൻ ആണ്. ഷ്വാർട്ട് സ്ട്രെയിൻ, മൊറട്ടൺ സ്ട്രെയിൻ ഒക്കെ ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മീസിൽസ് വാക്സിന്റെ സ്ട്രെയിൻ ഇപ്പൊ BCGയിൽ ഡാനിഷ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ എഡ്മോൺസ്റ്റൺ സഗ്രബ് സ്ട്രെയിൻ എന്ന് പറയുന്ന മീസിൽസ് വാക്സിൻ ആണ്. ഇവിടെ ഡോസ് 0.5 ml ആണ്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സബ്ക്യൂട്ടേനിയസ് ആണ്. BCG ഇൻട്രാഡെർമൽ ആയിരുന്നു, മീസിൽസ് സബ്ക്യൂട്ടേനിയസ് ആണ്. സൈറ്റ് എവിടെ വരിക? തൈയിലാണ്. കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓർമ്മ കാണും. കുട്ടികൾ ആ കാല് കുറച്ച് ദിവസം
പൊക്കത്തില്ല. ഐ മീൻ പൊക്കത്തില്ല എന്നല്ല, പൊക്കി വെക്കും ഒരു സൈഡിലേക്ക്. ദർ ഈസ് ആന്റീരിയോ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് തൈയുടെ മിഡിൽ 1/3 മീസിൽ വാക്സിന്റെ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറയും. അപ്പൊ 9 മന്ത്സിലാണ് പറയുന്നത് നമ്മള്. പിന്നെ വല്ല എപ്പിഡമിക്സ് ഉള്ള കേസിലോ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ മീസിൽസിന് ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടറാണ്. മീസിൽസിന് കുറച്ചുകൂടെ സാധ്യത കൂട്ടുന്ന ഒരു ഫാക്ടറാണ് മാൽന്യൂട്രീഷൻ. സോ മാൽന്യൂട്രീഷൻ ഉള്ള കേസിലോ അല്ലെങ്കിൽ മീസിൽസ് എപ്പിഡമിക് ആയിട്ടുള്ള കേസിലോ 6 മന്തിലേ എടുക്കാം. 9 മന്ത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നോർമലി നമ്മുടെ ഷെഡ്യൂളിൽ പറയുന്നത് 9 മന്ത്സ് ആണ്. ഇവിടെ നമ്മൾ ഡയലുവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ സ്റ്റെറൈൽ വാട്ടർ ആണ്. മീസിൽസ് ഓർ MMR വാക്സിന്റെ ഒരു കോംപ്ലിക്കേഷൻ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ആണ് മെയിൻ ആയിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. മീസിൽസ് വാക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം, ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ measles vaccine is contraindicated. Then cold chain temperature for storage +2 to +8 degrees Celsius ആണ്. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാക്സിന്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ. പ്രൊട്ടക്റ്റീവ് എഫിക്കസി more than 90% ആണ്. ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ മീസിൽസ് വാക്സിൻ ക്യാൻ കൺഫർ 90% ഓഫ് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കിട്ടും. BCG ആണെങ്കിൽ 20 years ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ പറയും. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് വാക്സിൻ ഇൻഡ്യൂസ്ഡ് മീസിൽസ് 7 days. Then ideal gap between 2 successive dose of measles vaccine 6 months ആണ് പറയും. അപ്പൊ തന്നെ 9 മന്ത്സിന് കുട്ടിക്ക് മീസിൽ വാക്സിൻ കൊടുത്താൽ പിന്നെ നമ്മൾ 15 to 18 മന്ത്സിന്റെ ഇടയ്ക്കാണ് അടുത്ത ഡോസ് പറയുന്നത്. അപ്പൊ ഒരു 6 months ഗ്യാപ്പ് ആണ് പറയുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് OPV ആൻഡ് IPV. ഞാൻ പറഞ്ഞു OPV സബൈൻ വാക്സിൻ എന്ന് പറയും, IPV സാക് വാക്സിൻ, കിൽഡ് വാക്സിൻ, K4 സാക്കിലെ K4 കിൽഡ്. അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കുക. OPV ആണെങ്കിൽ അറിയാം ഓറലി ആണ് കൊടുക്കുന്നത്. IPV ആണെങ്കിലോ ഇൻട്രാമസ്കുലർലി ഓർ സബ്ക്യൂട്ടേനിയസ്ലി ആണ് കൊടുക്കുന്നത്. OPV നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റീസ് ബോത്ത് ഹ്യൂമറൽ ആൻഡ് ഇൻഡസ്റ്റിനൽ. IPV എന്ന് പറയുമ്പോൾ അത് കിൽഡ് വാക്സിൻ. ഇറ്റ് പ്രൊവൈഡ്സ് നോ ലോക്കൽ ഇമ്മ്യൂണിറ്റി, സർക്കുലേറ്റിംഗ് ആന്റിബോഡീസ് വഴിയാണ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. ക്വിക്ലി നമുക്ക് ആന്റിബോഡി ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓറൽ പോളിയോ വാക്സിൻ ആണ്. അതുപോലെ നമ്മളിപ്പോ പോളിയോ വാക്സിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറഞ്ഞു വാക്സിൻ ഇൻഡ്യൂസ്ഡ് പാരാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏതിലാ ഉള്ളത്? OPV-ലാണ്. IPV കിൽഡ് ആയതുകൊണ്ട് അതില് പാരാലിസിസിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് IPV. ദെൻ പക്ഷെ ഒരു എപ്പിഡമിക്കിന്റെ കേസ് വരുമ്പോൾ വി ഷുഡ് പ്രിഫർ OPV. ഒരു പോളിയോ ഒരു എപ്പിഡമിക് ആയിട്ട് വരുമ്പോൾ വി ഷുഡ് പ്രിഫർ OPV ബിക്കോസ് ലൈവ് വാക്സിൻ ആണ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. സിംഗിൾ ഡോസിന് തന്നെ ക്യാൻ ഗീവ് സബ്സ്റ്റാൻഷ്യൽ ഇമ്മ്യൂണിറ്റി. പക്ഷെ IPV കിൽഡ് വാക്സിനിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ കൺട്രോളിംഗ് എപ്പിഡമിക്സ്. ഓക്കെ, ഇറ്റ് പ്രിവെന്റ്സ് പാരാലിസിസ് ബട്ട് ഡസ് പ്രിവെന്റ് റീഇൻഫെക്ഷൻ ബൈ പോളിയോ വൈറസ്. റീഇൻഫെക്ഷനെയും പ്രിവെന്റ് ചെയ്യും IPV. സോ IPVയുടെ അഡ്വാൻറ്റേജസ് ആണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കേസിൽ, അതായത് നമ്മൾ പറഞ്ഞു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കേസിൽ നമുക്ക് ലൈവ് വാക്സിൻ കൊടുക്കാൻ പറ്റില്ല. സോ IPV ക്യാൻ ബി ഗിവൺ. അല്ലെങ്കിൽ സേഫ് ഇൻ പേഴ്സൺസ് ഓൺ റേഡിയേഷൻ തെറാപ്പി, കോർട്ടിക്കോസ്റ്റെറോയിഡ് തെറാപ്പി, ഇതൊക്കെ ലൈവ് വാക്സിന് കോൺട്രാൻഡിക്കേഷൻ. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് IPV നമുക്ക് കൊടുക്കാം. ഓൾസോ യൂസ്ഫുൾ ഇൻ ദോസ് ഓവർ 50 years ഏജ് ആണ്. 50 years കഴിഞ്ഞവർക്ക് IPV ആണ് സേഫ്. അതുപോലെ പ്രഗ്നൻസിയിൽ IPV ആണ് സേഫ്. ആൻഡ് നോ റിസ്ക് ഓഫ് വാക്സിൻ അസോസിയേറ്റഡ് പാരാലിറ്റിക് പോളിയോ. ബട്ട് OPV എന്ന് പറയുമ്പോൾ ലൈവ് അറ്റൻവേറ്റഡ് ട്രൈവാലന്റ് വാക്സിൻ ആണ്. ബിക്കോസ് 3 strains ഓഫ് പോളിയോ വൈറസ് ഉണ്ട് OPV വാക്സിൻ. അതുകൊണ്ടാണ് ട്രൈവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. ഡോസ് എങ്ങനെയാണ്? 2 drops ആണ്. നമ്മൾ തുള്ളിമരുന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ എത്ര 2 drops എന്നാണ് പറയുന്നത്. 0.1 ml ആണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഈസി ടു അഡ്മിനിസ്റ്റർ ആണ്. OPV ആയതുകൊണ്ട് ഈസി ടു അഡ്മിനിസ്റ്റർ ആണ്. ഇറ്റ് ക്യാൻ ഗിവൺ ബോത്ത് ഹ്യൂമറൽ ആൻഡ് സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി. സിംഗിൾ ഡോസിൽ തന്നെ സബ്സ്റ്റാൻഷ്യൽ ഇമ്മ്യൂണിറ്റി കിട്ടും. ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ് ഇൻ കേസ് ഓഫ് കൺട്രോളിംഗ് എപ്പിഡമിക്സ്. കോംപ്ലിക്കേഷൻ പറയുന്നത് വാക്സിൻ അസോസിയേറ്റഡ് പാരാലിറ്റിക് പോളിയോമൈലിറ്റിസ് ആണ്. ഇതൊരു തെർമോലബൈൽ വാക്സിൻ ആണ്. പിന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്ലി ഫ്രീസ്ഡ് ഓർ തോഡ്. കോൾഡ് ചെയിൻ ടെമ്പറേച്ചർ -20 to 40 degrees Celsius, -40 degrees Celsius ആണ് ലോങ് ടേം സ്റ്റോറേജിന് സജസ്റ്റ് ചെയ്യുന്ന OPVയുടെ കോൾഡ് ചെയിൻ ടെമ്പറേച്ചർ -20 to -40 degrees Celsius. And we have to discuss about vaccine vial monitor. ഇനിയും കുറച്ച് വാക്സിൻസും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത് കുറച്ചുകൂടി വേറൊരു പോർഷൻ ആണ്, വാക്സിനിൽ തന്നെ വരുന്നതാണ് വാക്സിൻ വയാൽ മോണിറ്റർ. വാക്സിൻ വയാൽ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിമ്പിൾ ടൂൾ.
ഒരു വാക്സിനേറ്റർ മസ്റ്റ് നോ ദാറ്റ് ഇഫ് ദ വാക്സിൻ ഇസ് പൊട്ടന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ഇത് ഇനി ഉപയോഗിക്കാൻ കൊള്ളാമോ, അത് പൊട്ടന്റ് ആണോ, അത് എഫിക്കസി ഉണ്ടോ എന്നുള്ളത് അറിയാനുള്ള ഒരു മാർക്കറാണ് വാക്സിൻ വയാൽ മോണിറ്റർ എന്ന് പറയുന്നത്. ഒരു ലേബലാണ്, നമ്മളൊരു ലേബൽ വെച്ചിരിക്കുന്നത് കണ്ടെയ്നിങ് എ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ. അപ്പൊ നമുക്കറിയാം കോൾഡ് ചെയിൻ അറിയാലോ, വാക്സിനെ നമ്മൾ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് ലെവൽ വാക്സിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് മാറുന്നതനുസരിച്ച് ഇറ്റ് വിൽ അഫക്ട് ദ എഫിക്കസി ഓഫ് ദാറ്റ് വാക്സിൻ. സോ അപ്പൊ ഒരു ലേബൽ വെച്ചിരിക്കും, അതിലൊരു ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ കാണും. ആ ലേബൽ നോക്കിയിട്ടാണ് ഇറ്റ് ഈസ് സേഫ് ടു അഡ്മിനിസ്റ്റർ എന്ന് ഒരു വാക്സിൻ കൊടുക്കുന്ന ആള് മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു സംഭവമാണ് വാക്സിൻ വയാൽ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഔട്ടർ സർക്കിൾ ആൻഡ് ഇന്നർ സ്ക്വയർ ഞാൻ കാണിക്കാം. ലൈക്ക് ദിസ്, ഒരു ഔട്ടർ സർക്കിളും കാണും, ഇന്നർ സ്ക്വയറും കാണും. അതാണ് വാക്സിൻ വയാൽ മോണിറ്ററിലെ ലേബലിൽ ഉള്ളത്. സോ ഇറ്റ് ഈസ് എ സ്മോൾ ലേബൽ സ്റ്റക്ക് ഓൺ ദ വയൽ ഓഫ് എ വാക്സിൻ. ഇറ്റ് ചേഞ്ചസ് കളർ ആസ് ദ വാക്സിൻ വയാൽ ഈസ് എക്സ്പോസ്ഡ് ടു ഹീറ്റ്. ഹീറ്റിന് എക്സ്പോസ്ഡ് ആവുന്നതനുസരിച്ച് വാക്സിനിലുള്ള ആ ലേബലിലെ കളർ ചേഞ്ച് ആവും. അപ്പൊ ആ കളർ വെച്ചിട്ടാണ് നമ്മൾ ഇഫ് ദ വാക്സിൻ ഈസ് സേഫ് ഫോർ യൂസ് ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു സ്മോൾ ലൈറ്റ് പർപ്പിൾ സർക്കിൾ ആണ് വിത്ത് എ വൈറ്റ് സ്ക്വയർ ഇൻ ദ സെന്റർ. ദാറ്റ് ഈസ് എ നോർമൽ അപ്പിയറൻസ്. Small light purple circle with a white square in the center. So the square remains white if there is no exposure to heat. Heat exposure ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. So we can use it. But with the heat exposure ഈ സ്ക്വയർ ഡാർക്കൻ ആയിക്കൊണ്ടേ ഇരിക്കും. So till the time for which center square is lighter than the surrounding, it is safe for use. So ഇപ്പൊ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ സറൗണ്ടിങ്ങിനേക്കാൾ ലൈറ്റർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ സറൗണ്ടിനേക്കാൾ ഡാർക്കർ ആയി കഴിഞ്ഞാൽ വി കനോട്ട് യൂസ്. ദാറ്റ് ഈസ് ദ ലേബൽ ഓഫ് വാക്സിൻ വയാൽ മോണിറ്റർ. അപ്പൊ അതാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പർപ്പിൾ കളർ. ഇപ്പൊ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് വാക്സിൻ വയാൽ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് തരാം. അപ്പൊ ഈ സംഭവം എല്ലാം മനസ്സിലാക്കിയിരിക്കുക, തിരിഞ്ഞു പോവരുത്. സർക്കിളിന്റെ അകത്താണ്, പർപ്പിൾ സർക്കിളിന്റെ അകത്ത് ഒരു സ്ക്വയർ, വൈറ്റ് സ്ക്വയർ, ദാറ്റ് ഈസ് നോർമൽ. ഈ സ്ക്വയറിന്റെ കളറ് സറൗണ്ടിങ്ങിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ലൈറ്റർ ആയിരിക്കണം. അത് ഡാർക്കർ ആയി തുടങ്ങുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ യൂസ്. ഓക്കെ, ഹീറ്റ് സെൻസിറ്റീവ്നെസ് ആണ് ഇതിന്റെ ബേസ്. ഈ ലേബൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ. ഓക്കെ, so cold chain is a system of storing and transporting vaccines at recommended temperatures from the point of manufacture to point of use. ആ വാക്സിൻ മാനുഫാക്ചർ ചെയ്ത തൊട്ട് അത് യൂസ് ചെയ്യാൻ അവിടെ എത്തുന്നത് വരെ അത് നമ്മൾ സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു ടെമ്പറേച്ചർ ഇതിൽ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ കോൾഡ് ചെയിൻ എക്യുപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓരോ സ്ഥലത്തും അതിന്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ മെയിൻലി നമ്മൾ +2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ് കോൾഡ് ചെയിന്റെ ടെമ്പറേച്ചർ ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ്, ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡിവൈസസ്, ഇത്രയും ചേർന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസും വാക്സിൻ സെൻസിറ്റീവ് ടു ഫ്രീസിങ്. അപ്പൊ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം അതാണ്. സം വാക്സിൻസ് ആർ സെൻസിറ്റീവ് ടു ഫ്രീസിങ് ആൻഡ് സം വാക്സിൻസ് ആർ സെൻസിറ്റീവ് ടു ഹീറ്റ്. സോ നമ്മൾ എപ്പോഴും എന്താണ്, ഓൾ വാക്സിൻസ് ആർ കെപ്റ്റ് ഇൻ ദ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ ഫോർ എ പീരിയഡ് ഓഫ് 1 month അറ്റ് ടെമ്പറേച്ചർ ഓഫ് +2 to +8 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിൽ ഈ തന്നിരിക്കുന്നത് ജസ്റ്റ് നോക്കാം. വാക്സിൻ സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ് ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത്. അതിൽ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് BCG, OPV, IPV ഒക്കെയാണ്. താഴോട്ട് വരുമ്പോൾ ലീസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ഉള്ളത്. അതുപോലെ ഫ്രീസിങ്ങിന് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് B, PCV, പെൻഡാവാലന്റ് ഒക്കെയാണ്. DPT, TT ഒക്കെ ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഫ്രീസിങ് ആണ്. ഓപ്പൺ വയാൽ പോളിസി കഴിഞ്ഞ PSCയിലും കൂടി ചോദിച്ചതാണ്. ഓപ്പൺ വയാൽ പോളിസി PSCയിലാണ് ഏതോ ഒരു റീസെന്റ് ഒരു എക്സാമിൽ കണ്ട ക്വസ്റ്റൻ ആണ് ഓപ്പൺ വയാൽ പോളിസി എന്ന് പറയുന്നത്. അതായത് വി ഹാവ് ടു റെക്കോർഡ് ഡേറ്റ് ആൻഡ് ടൈം ഡ്യൂറിങ് ഓപ്പണിംഗ് ഓഫ് ഈച്ച് വയാൽ. ഓരോ വാക്സിൻ വയാൽ ഓപ്പൺ ചെയ്യുമ്പോഴും അതിന്റെ ഡേറ്റും ടൈമും അവിടെ റെക്കോർഡ് ആയിരിക്കണം. റിട്ടേൺ ഓൾ ഓപ്പൺ വയാൽസ് ടു ഫോക്കൽ പോയിന്റ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സെഷൻ. ഓപ്പൺ ചെയ്തതെല്ലാം നമ്മൾ ആ ഓരോ സെഷൻ കഴിയുമ്പോഴും അതിന്റെ പോയിന്റിൽ എത്തിക്കണം. ബട്ട് ഓപ്പൺ വയാൽ ക്യാൻ ബി യൂസ്ഡ് അപ് ടു 4 weeks. അപ്പൊ നമുക്ക് ഓപ്പൺ വയാൽ പോളിസി ക്യാൻ ബി അപ്ലൈഡ് ടു സം വാക്സിൻസ്. ചില വാക്സിൻസിൽ നമുക്ക് ഓപ്പൺ ചെയ്താലും വി ക്യാൻ യൂസ്ഡ് അപ് ടു 4 weeks. അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് DPT, TD ആൻഡ് TT, ഹെപ്പറ്റൈറ്റിസ് B, OPV, PCV,
Then Haemophilus influenza type B containing pentavalent vaccine injectably inactivated, അതായത് IPV. ഇത്രയും വാക്സിൻസിൽ നമുക്ക് we can use up to 4 weeks. അപ്പം following vaccines can used or open vial policy is applicable for following vaccines except. ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഇത് ബൈ ഹാർട്ട് ആക്കുക. ഏതൊക്കെ വാക്സിൻസിന് ഓപ്പൺ വയൽ പോളിസി ആപ്ലിക്കബിൾ ആണ്? DPT, TD, TT, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ പോളിയോയുടെ രണ്ടും ഉണ്ട്, OPV, IPV ഉണ്ട്. പിന്നെ പെന്റാവാലന്റ് വാക്സിൻ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ DPT വരുന്നുണ്ട്, DPT ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ളത് TDയും TT. ഇങ്ങനെ ഓർത്തു വെക്കാലോ. പിന്നെ PCV. സോ ഓപ്പൺ വയൽ പോളിസി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പെന്റാവാലന്റ് വാക്സിൻ എന്ന് ഓർക്കുക. പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ അത് DPT വരും, ഹീമോഫിലൻസ് ഇൻഫ്ലുവൻസ വരും, ഹെപ്പറ്റൈറ്റിസ് ബിയും വരും. അപ്പൊ തന്നെ ഇതിൽ 3 കവറായി. പോളിയോയുടെ 2 വാക്സിനും ഓപ്പൺ വയൽ പോളിസി ആപ്ലിക്കബിൾ ആണ്, OPVക്കും IPVക്കും. എക്സ്ട്രാ പിന്നെ വരുന്നത് PCVയും TD ആൻഡ് TTയും TD, ടെറ്റനസ് ഡിഫ്തീരിയ. ഇത് ഇത്രയും നമുക്ക് യൂസ് ചെയ്യാം ഓപ്പൺ വയൽ പോളിസി. It does not apply to measles, BCG, Japanese encephalitis. Measles ആണെങ്കിൽ ഓപ്പൺ ചെയ്താൽ 4 hours യൂസ് ചെയ്യണം. BCG ആണെങ്കിൽ 4 hours യൂസ് ചെയ്യണം. Japanese encephalitis ആണെങ്കിൽ 2 hours യൂസ് ചെയ്യണം. സോ ഓപ്പൺ വയൽ പോളിസി ഡസ് നോട്ട് അപ്ലൈ ടു measles, BCG and JE. Otherwise, it can cause staphylococcal infection. So measles, BCG and JE ഓപ്പൺ വയൽ പോളിസി അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിക്കണം. ഓപ്പൺ വയൽ പോളിസി ഡസ് നോട്ട് അപ്ലൈ ടു ഫോളോയിങ് എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്യാൻ അപ്ലൈ ടു ഈക്വലന്റ് ആയി. ചില ക്വസ്റ്റ്യൻസ് ഈ 2 നെഗറ്റീവ് വേർഡ്സ് വരും, നോട്ടും വരും എക്സെപ്റ്റും വരും. സോ യു ഹാവ് ടു കെയർഫുള്ളി റീഡ് ദാറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ നോട്ടും വരും എക്സെപ്റ്റും വരുമ്പം അത് നള്ളിഫൈ ചെയ്തു. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. Then shake test. Shake test means it is used for determining if an adsorbed vaccine has been frozen anytime in the past. അതായത് adsorbed vaccines-ന് മുമ്പ് എപ്പോഴെങ്കിലും ഫ്രോസൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടോ, ഫ്രീസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് ഷേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. DPT, DT, TT, പെന്റാവാലന്റ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിലൊക്കെ നമുക്ക് ഷേക്ക് ടെസ്റ്റ് വാലിഡ് ആണ്. സെക്കൻഡ് സോ അഡ്സോർബ്ഡ് വാക്സിൻ മീൻസ് നമ്മൾ ആ വാക്സിന്റെ ഫോർമുലേഷനിൽ വാക്സിന്റെ കൂടെ വേറെ എന്തെങ്കിലും അഡ്ജുവന്റ് ആയിട്ട് അലുമിനിയം ഫോസ്ഫേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേർത്തിട്ടുള്ളതിന് നമ്മൾ അഡ്സോർബ്ഡ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ അഡ്സോർബ്ഡ് വാക്സിൻസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷേക്ക് ടെസ്റ്റ്. അത് ഫ്രോസൺ ആയിട്ടുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ് ആണ് ഷേക്ക് ടെസ്റ്റ്. ഇനിയും വാക്സിനെ കുറിച്ച് കുറച്ചും കൂടി ഉണ്ട്. അഡ്മോസ്റ്റ് എപ്പിഡമിയോളജി കംപ്ലീറ്റ് ആയി. ഇപ്പുറത്തോട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഇൻഫെക്ഷസ് ഡിസീസിന്റെ കുറച്ച് ജനറൽ കാര്യങ്ങളാണ്. എങ്ങനെ നമുക്ക് സ്പ്രെഡിനെ പ്രിവെന്റ് ചെയ്യാം, നോട്ടിഫൈ ചെയ്യണം, ഐസൊലേഷൻ ചെയ്യണം, ക്വാറന്റൈൻ. അപ്പൊ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ക്വാറന്റൈനും ഐസൊലേഷൻ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാറന്റൈൻ ആൻഡ് ഐസൊലേഷൻ. ഇപ്പൊ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഓഫ് ഫ്രീഡം ഓഫ് ടച്ച് വെൽ പേഴ്സൺസ് ഓർ ഡൊമസ്റ്റിക് ആനിമൽസ്. അറിയാലോ, നമ്മൾ ക്വാറന്റൈൻ എന്നുള്ള വേർഡ് ഏറ്റവും കൂടുതൽ കേട്ടത് കോവിഡ്, ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമ്മൾ ആദ്യമായി തന്നെ കേട്ടു തുടങ്ങിയത് കോവിഡിന്റെ ടൈമിലായിരിക്കും. അപ്പം ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഇപ്പം കോണ്ടാക്ട്സിനെ അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും, അവരുടെ ഫ്രീഡം നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കും, അവരുടെ മൂവ്മെന്റ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെക്കും. ആക്ച്വലി ദേ ആർ ഹെൽത്തി, പക്ഷെ അവര് ആ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. സോ അവരുടെ ആ ഒരു ഇൻക്യുബേഷൻ പീരിയഡിന്റെ ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് വെക്കും, ക്വാറന്റൈൻ ചെയ്ത് വെക്കും. അവർക്ക് ഡിസീസ് വരുന്നുണ്ടോന്നറിയാം. ഇപ്പൊ അവരുടെ ഉള്ളിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഏജന്റ് ഉള്ളിൽ ചെന്നു, ഏജന്റ് ആ ബോഡിയുടെ ഉള്ളിൽ ചെന്നിട്ട് സിംറ്റംസ് വരുന്നതിന് ഇടയ്ക്കുള്ള ആ പീരീഡ് ആണ് എന്ത്, ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ കോണ്ടാക്ട്സിനെ ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ക്വാറന്റൈൻ വെക്കുന്നത് അത് വെയിറ്റ് ചെയ്യാണ്, അവർക്ക് ആ സിംറ്റം വരുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ടാണ് ആ ഇൻക്യുബേഷൻ പീരീഡിലാണ് നമ്മൾ ക്വാറന്റൈൻ ചെയ്തത്. ദെൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കേസസിനെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഏത് പീരീഡിലേക്കാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്, പീരീഡ് ഓഫ് communicability. So quarantine is related to contacts. Isolation is related to
കേസസ്. അതായത് ക്വാറന്റൈൻ നമ്മൾ ചെയ്യുന്നത്, ക്വാറന്റൈൻ ഈസ് ഫോർ കോണ്ടാക്ട്സ് ഓഫ് ദാറ്റ് കേസസ് ഫോർ ദ പീരിയഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പീരീഡ്, ലോങ്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ പീരീഡ്. നമ്മളിപ്പോ ഇൻക്യുബേഷൻ പീരീഡ് നമ്മളിപ്പോ 5 to 7 days അല്ലെ 5 to 10 days ഇൻക്യുബേഷൻ പീരീഡ് പറയുന്ന ഒരു കേസിൽ, ഒരു ഇൻഫെക്ഷനില് ആ കേസുമായിട്ട് കോണ്ടാക്ട് വന്ന ഇപ്പോ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്ന മാക്സിമം ആ ഇൻക്യുബേഷൻ പീരീഡ് വരെ, ലോങ്സ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് വരെ 5 to 10 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് എങ്കിൽ അയാളെ, ആ ഹെൽത്തി കോണ്ടാക്റ്റിനെ 10 days വരെ നമ്മൾ ക്വാറന്റൈൻ വെക്കണം. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ആ കേസിനെ നമ്മൾ മാക്സിമം പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി വരെ മാറ്റിവെക്കും. ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ സോ ക്വാറന്റൈൻ ഈസ് ഫോർ കേസ് ആൻഡ് ഫോർ the time period of incubation, longest incubation period. Isolation is for, quarantine is for contact. Quarantine കോണ്ടാക്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത്, ഹെൽത്തി ആയിട്ടുള്ള കോണ്ടാക്റ്റിനാണ്. അപ്പോഴയാൾക്ക് സിംറ്റം ഒന്നും ഇല്ല, കേസുമായിട്ട് കോണ്ടാക്ട് വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏത് സമയത്തേക്കാണ്? ഇൻക്യുബേഷൻ പീരിയഡിലേക്കാണ് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നത്. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംറ്റം കാണിച്ച് ഡയഗ്നോസ് ചെയ്തൊരു കേസിന്റെ കാര്യത്തിലാണ് നമ്മൾ ഐസൊലേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അവരെ നമ്മൾ മാറ്റി നിർത്തുന്നത് ആ കമ്മ്യൂണിക്കേഷൻ പീരിയഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി. ചിക്കൻ ബോക്സ് വന്ന ആ ഇറപ്ഷൻ വരുന്നതിന് 5 days മുന്നേ തൊട്ട് അത് വന്നു കഴിഞ്ഞ് 5 days വരെയാണ് പീരിയഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി. ആ പീരിയഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി മൊത്തമാണ്, ആ തീരുന്നവരെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ. ഓക്കെ, സോ ക്വാറന്റൈൻ, കോണ്ടാക്ട്, ഇൻക്യുബേഷൻ പീരിയഡ്. Isolation, case, period of communicability. That is the difference.